എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. വാഹനങ്ങളുടെ ചലാൻ ഫൈൻ 50% ഇളവോടുകൂടി ഇപ്പോൾ അടയ്ക്കുവാൻ സാധിക്കും. ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് ഇന്നിവിടെ കാണിക്കുന്നത്. അപ്ലൈ ചെയ്ത് ഉടൻ തന്നെ 50% ഡിസ്കൗണ്ടോടുകൂടി പേയ്മെൻറ്റ് നടത്തി പ്രിൻ്റ് എടുക്കാവുന്നതാണ്. മൊബൈൽ ഉപയോഗിച്ചും ഈ ഒരു പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. ഇതിനായി സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് ഇതാണ്. service.mvd.kerala.gov.in എന്നതാണ് വെബ്സൈറ്റ്. സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ആംനസ്റ്റി സ്കീം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 31/12/2024 വരെ വന്നിട്ടുള്ള ഫൈനുകളാണ് ഇങ്ങനെ 50% ഡിസ്കൗണ്ടോടുകൂടി അടയ്ക്കുവാൻ സാധിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് 30/4/2026 ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഡേറ്റിൽ മാറ്റമുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിരിക്കാം. ഡേറ്റുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ സൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്ന കാണാം. ഇതിനായിട്ട് ആദ്യം നമ്മളൊരു ആപ്ലിക്കേഷൻ അയക്കുകയാണ് വേണ്ടുന്നത്. അതിനായിട്ട് അപ്ലൈ ഫോർ കൺസെഷൻ എന്നിവിടെ കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് വരുന്ന പേജിൽ നമുക്ക് ചലാൻ വന്നിട്ടുള്ള ഫൈൻ വന്നിട്ടുള്ള വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ, വണ്ടി നമ്പർ ഗ്യാപ്പൊന്നുമില്ലാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പൂർണ്ണമായിട്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം തൊട്ട് താഴെ ഷാസി നമ്പർ, ചേസിസ് നമ്പർ എന്നറിയപ്പെടുന്ന ഷാസി നമ്പർ മുഴുവൻ നമ്പരും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം തൊട്ട് താഴെ ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ, 10 ഡിജിറ്റുള്ളൊരു മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാകും. OTP ഒന്നും വരുന്നതല്ല. അതിനുശേഷം തൊട്ട് താഴെ ക്യാപ്ച കോഡുകൾ കൊടുത്തിട്ടുണ്ട്. ആ കോഡ് എന്താണോ കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തൊട്ട് വലത് സൈഡിൽ റൗണ്ട് ആരയുണ്ട്, അതിൽ പ്രസ് ചെയ്താൽ അത് മാറി വരും. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം താഴെ ഫെച്ച് ചെല്ലാൻസ് ആൻഡ് സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത്. തുടർന്ന് നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇങ്ങനൊരു പേജിലേക്ക് എത്തിച്ചേരും. തുടർന്ന് നമുക്ക് കൊടുത്ത ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണാം. വെരിഫൈഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. തൊട്ട് താഴെ ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് ഉണ്ട്. വെർച്വൽ കോഡിലേക്ക് പോയിട്ടുള്ള ചലാനുകൾ ഇവിടെ അടയ്ക്കാൻ സാധിക്കത്തില്ല. അതായത് കുറേ നാളായിട്ട് നമ്മൾ അടയ്ക്കാതിരുന്നാൽ അത് ഓട്ടോമാറ്റിക് വെർച്വൽ കോർട്ടിലേക്ക് അവർ ഫോർവേഡ് ചെയ്യും. ആ വെർച്വൽ കോർട്ടിൽ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് വെർച്വൽ കോർട്ട് പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുകയുള്ളൂ. അതിനെക്കുറിച്ചൊക്കെയുള്ള വിശദമായ വീഡിയോകൾ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വെർച്വൽ കോർട്ടിലേക്ക് പോയ ഫൈനുകൾ, ചലാൻ ഫൈനുകൾക്ക് ആംനസ്റ്റി പ്രകാരം ഡിസ്കൗണ്ട് ലഭിക്കില്ല എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ലഭിച്ചിട്ടുണ്ട്. അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. SMS ആയിട്ടൊന്നും വരില്ല. അത് നമ്മൾ എഴുതി സൂക്ഷിക്കുകയോ കോപ്പി പേസ്റ്റ് ചെയ്ത് വയ്ക്കുകയോ ഒക്കെ ചെയ്യണം. വീണ്ടും നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ ടോട്ടൽ 2 ഫൈനുകൾ വന്നിട്ടുള്ളതായി കാണാം. ഒന്ന് 8/2023 അതിൽ 2500 രൂപ ഫൈനുണ്ട്. ഹെൽമെറ്റ് ധരിക്കാത്തതിൻ്റെയും ഇൻഷുറൻസ് ഇല്ലാത്തതിൻ്റെ 2000 രൂപയും ഹെൽമെറ്റിൻ്റെ 500 ചേർത്ത് 2500 രൂപ വന്നിട്ടുണ്ട്. അതിലാണ് നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നത്. തൊട്ട് താഴെ 2025 10 മാസത്തെ ഫൈനാണ്. അതിന് നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കില്ല. ഞാനിവിടെ വീണ്ടും മുകളിലേക്ക് വന്ന് ആ ആപ്ലിക്കേഷൻ നമ്പർ കോപ്പി ചെയ്തതിന് ശേഷം തൊട്ട് താഴെയുള്ള ചെക്ക് സ്റ്റാറ്റസിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. തുടർന്ന് വരുന്ന പേജിൽ ആപ്ലിക്കേഷൻ നമ്പറിൻ്റെ സ്ഥാനത്ത് അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയോ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുക. അതിനുശേഷം ചെക്ക് സ്റ്റാറ്റസിൽ കൊടുത്താൽ അവിടെ ഫെച്ച് ചെയ്യുന്നതിന് കുറച്ച് ടൈം എടുക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്ക് എത്തിച്ചേരും നമ്മൾ. തുടർന്ന് വരുന്ന പേജിൽ വണ്ടി നമ്പരും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ കാണിക്കുന്നതാണ്. ഒരു ചലാൻ കൗണ്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. തൊട്ട് താഴെയായിട്ട് അതിൻ്റെ ചലാൻ ഓഫീസും വയലേഷൻ എന്താണോ നമ്മൾ വയലേഷൻ നടത്തിയെന്നും ടൈമും ഡേറ്റും ഒക്കെ കാണിച്ചിട്ടുണ്ട്. ആക്ച്വൽ എമൗണ്ട് 2500 കാണിച്ചിട്ടുണ്ട്. ആംനസ്റ്റി എമൗണ്ട് 50% ഡിസ്കൗണ്ട് കഴിച്ച് 1250 എന്നും കൊടുത്തിട്ടുണ്ട്. മുകളിൽ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് തിരഞ്ഞെടുക്കേണ്ടുന്നതുണ്ട്. ഇവിടെ നമുക്ക് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കേരളയും ട്രാഫിക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കേരളയും എന്നിങ്ങനെ 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ കാണാം. ഇതിലേതാണെന്ന് നമുക്ക് കണ്ടെത്തണം. അതിന് നമ്മൾ ചെയ്യേണ്ടുന്നത് ഈ ചലാൻ്റെ വെബ്സൈറ്റിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടുന്നത്. ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് സുപരിചിതമായ വെബ്സൈറ്റാണ്. e-chalan.parivahan.gov.in എന്നതാണ് സൈറ്റ് അഡ്രസ്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഈ ഒരു സൈറ്റിൽ വന്നതിന് ശേഷം ഒന്നുകിൽ നമുക്ക് ചലാൻ നമ്പർ അല്ലെങ്കിൽ വെഹിക്കിൾ നമ്പർ രണ്ടിലൊന്ന് കൊടുത്ത് താഴെയുള്ള ക്യാപ്ച കോഡും കൊടുത്ത് ഗെറ്റ് ഡീറ്റെയിൽസ് കൊടുത്താൽ താഴെ അതിൻ്റെ ഡീറ്റെയിൽസ് വരും. ഇവിടെ നമുക്ക് 2023 ഫൈനാണ് നമ്മളിപ്പോൾ അടയ്ക്കാൻ ശ്രമിക്കുന്നത്. അത് 2500 രൂപയെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് നേർക്ക് ചലാൻ പ്രിൻ്റ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കവിടെ കാണുവാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഫൈൻ ഇമ്പോസ് ചെയ്തിരിക്കുന്ന അതോറിറ്റി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് കാണാൻ സാധിക്കും താഴെയായിട്ട്. ഇതിൽ നിന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് മനസ്സിലാക്കാം. അതിനുശേഷം ആംനസ്റ്റി സ്കീം പ്രോസസ്സിലേക്ക് വന്നതിന് ശേഷം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ തിരഞ്ഞെടുത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം തൊട്ട് താഴെ ആ ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്താനുള്ള ആ ഒരു ചെക്ക് ബോക്സ് എനേബിളായി വരും. അവിടെ ടിക്ക് മാർക്ക് കൊടുക്കണം. അതിനുശേഷം വീണ്ടും താഴേക്ക് വന്ന് അവിടെ നമ്മൾ കൊടുക്കേണ്ടുന്നത് തുടർന്ന് താഴെ എമൗണ്ട് വീണ്ടും കാണിക്കുന്നത് കാണാം. പേയ്മെൻറ്റ് സമ്മറി ആയിട്ട് കാണിക്കുന്നുണ്ട്. തുടർന്ന് എൻ്റർ റെമിറ്റേഴ്സ് നെയിം എന്നുള്ളിടത്ത്
RC ഓണറുടെ പേരോ ആരുടെ പേരിലാണോ ഫൈൻ വന്നിട്ടുള്ളത് ആ ആളുടെ പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത്. ഇവിടെ ഇടത് സൈഡിൽ 2500 ആംനസ്റ്റി എമൗണ്ട് 50% ഡിസ്കൗണ്ട് കഴിച്ച് 1250 രൂപയായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. അതിനുശേഷം വലത് സൈഡിലുള്ള പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് പേയ്മെൻറ്റ് സമ്മറി ഒരിക്കൽ കൂടി കാണിക്കുന്നതാണ്. 2500 1250 വന്നിട്ടുണ്ട്. പേ നൗവിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് വീണ്ടും പോകണം. തുടർന്ന് വരുന്ന പേജിൽ പേയ്മെൻറ്റ് ഗേറ്റ്വേകൾ പ്രത്യക്ഷപ്പെടുന്നതാണ്. ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് ഗേറ്റ്വേ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താം. ഞാനത് വിശദീകരിക്കുന്നില്ല, എല്ലാ വീഡിയോയിലും പറയുന്നതായതുകൊണ്ട്. ഇവിടെ GRN നമ്പരൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുന്നത് നല്ലത് തന്നെയാണ്. ഞാനിവിടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ട്രഷറി കോൾ ബാക്ക് റിസീവ്ഡ്, കംപ്ലീറ്റഡ്, പേയ്മെൻറ്റ് വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ്. ഈ ചില അപ്ഡേറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആകുന്നതായിട്ട് നമുക്ക് കാണാം. അതിനുശേഷം നമുക്കിവിടെ ഒരു റെസിപ്റ്റ് പ്രിൻറ്റ് ചെയ്യാനായിട്ട് ലഭിക്കുന്നില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അത് നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ നേരത്തെ പ്രവേശിച്ച ഈ ചെലാൻ്റെ വെബ്സൈറ്റിൽ പ്രവേശിച്ച് വണ്ടി നമ്പരോ ചെലാൻ നമ്പരോ കൊടുത്ത് ക്യാപ്ച കോഡും കൊടുത്ത് ഗെറ്റ് ഡീറ്റെയിൽസ് കൊടുത്താൽ നമുക്ക് ഇതേപോലെ ഡീറ്റെയിൽസ് ലഭിക്കും. ഇവിടെ നമുക്ക് 1250 കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ 2500 രൂപ കാണിച്ചത്. ഡിസ്പോസ്ഡ് ആംനസ്റ്റി സ്കീം എന്നും കാണിച്ചിട്ടുണ്ട്. അത് ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞു. അതിന് നേർക്ക് റെസിപ്റ്റിന് നേർക്കുള്ള പ്രിൻ്ററിൻ്റെ സിമ്പലിൽ പ്രസ് ചെയ്താൽ അതിൻ്റെ അതിൻ്റെ പേപ്പർ നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഈ റെസിപ്റ്റിൽ മുകളിൽ പേയ്മെൻറ്റ് നടത്തിയ ഡേറ്റും ടൈമും ഒക്കെ കാണിച്ചിട്ടുണ്ട്. താഴെ നമ്മൾക്ക് ഇമ്പോസ് ചെയ്തിരിക്കുന്ന ഫൈൻ എന്തൊക്കെയാണെന്നും പഴയ എമൗണ്ട് 2000ഉം 2500 കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ റിസീവ്ഡ് എമൗണ്ട് ₹1250 എന്നവിടെ കൊടുത്തിരിക്കുന്ന വേർഡ്സിലും കൊടുത്തിരിക്കുന്ന കാണാം. ഇതിൽ നിന്നും നമുക്ക് 1250 രൂപ അടച്ചെന്ന് മനസ്സിലാക്കാം. റെസിപ്റ്റ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.